ഭാഗ്യക്കുറി വകുപ്പിന്റെ ഓണം ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റുകൾ ഇതാ വിപണിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. 30 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. കഴിഞ്ഞ വർഷം ഇത് 25 കോടിയാണെങ്കിൽ ഇത്തവണ 30 കോടിയാണ്. സെപ്റ്റംബർ 26-നാണ് നറുക്കെടുപ്പ്. ടിക്കറ്റ് വില 500 രൂപയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ തന്നെ ടിക്കറ്റുകൾ നിരനിരയായി അടുക്കി വച്ചിരിക്കുന്നതാണ് കാണാനാകുന്നത്. ഭാഗ്യക്കുറി വകുപ്പിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകയായിട്ടുള്ള 30 കോടി രൂപ ഒന്നാം സമ്മാനം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഈ വർഷത്തെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി അത് പുറത്തിറക്കുകയും ചെയ്തിട്ടുള്ളത്. 1 കോടി രൂപ വീതം 20 പേർക്ക് രണ്ടാം സമ്മാനമായി നൽകുന്നു എന്നുള്ള സവിശേഷത കൂടി ഈ ഓണം ബമ്പറുമായി ബന്ധപ്പെട്ടുള്ള കാര്യം പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നുണ്ട്. മൂന്നാം സമ്മാനം 25 ലക്ഷം വീതം 20 പേർക്കും, നാലാം സമ്മാനം 5 ലക്ഷം വീതം 10 പേർക്കും നൽകുന്നു എന്നുള്ളതാണ് ഓണം ബമ്പറിൻ്റെ പ്രത്യേകത. അഞ്ചാം സമ്മാനം 2 ലക്ഷം വീതം 10 പേർക്കും, കൂടാതെ 5000 മുതൽ 500 രൂപ വരെയുള്ള ലക്ഷക്കണക്കിന് സമ്മാനങ്ങളും ഇതിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അടിക്കട്ടെ, നല്ലത് തന്നെ. അടിക്കുന്നത് എപ്പോഴും നല്ലത് തന്നെ. ഇതുകൊണ്ട് ഒരുപാട് പേര് നന്നാവുന്നുമുണ്ട്. അതുപോലെ മറ്റുള്ള കാര്യങ്ങൾ നടക്കുന്നുമുണ്ട്. പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണല്ലോ എല്ലാ മാസവും ഈ ബമ്പർ 4 എണ്ണം 5 എണ്ണം എല്ലാം എപ്പോഴും എടുക്കുന്നുണ്ട്. ഇപ്പോഴും എനിക്ക് ചെറിയൊരു തുക അടിച്ചിട്ടുണ്ട്. ഇനിയും അടിക്കും. ആ പ്രതീക്ഷയിൽ തന്നെ എടുക്കുന്നത്. കുറേ വർഷങ്ങളുണ്ട് എടുക്കുന്നത്. എങ്കിലും നഷ്ടമില്ല. കാര്യങ്ങളെല്ലാം ഓടിപ്പോകുന്നുണ്ട്. ഇപ്പോഴും 4 ടിക്കറ്റ് എടുത്തിട്ടാണ് പോകണം. വലിയ തുക അടിക്കാൻ ഭാഗ്യമുണ്ടെങ്കിൽ അടിക്കും, ദൈവം തരുന്ന പോലെ. ഒന്നാം സമ്മാനാർഹമാകുന്ന ടിക്കറ്റ് വിൽപ്പന അത് നടത്തുന്ന ഏജന്റിന് 3 കോടി രൂപ ഏജൻസി സമ്മാനമായും കൂടി നൽകുകയും ചെയ്യുന്നു എന്നത് മറ്റൊരു സവിശേഷതയായി തന്നെ നമുക്ക് സൂചിപ്പിക്കാൻ കൂടി കഴിയുകയും ചെയ്യുന്നുണ്ട്. ടിക്കറ്റിൻ്റെ പ്രകാശന കർമ്മം നേരത്തെ ധനവകുപ്പിൻ്റെ കൂടി ചുമതല ഉള്ള മുഖ്യമന്ത്രി തന്നെ നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് മുതൽ അത് വിപണിയിലെത്തുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അച്ചടിച്ച പേപ്പർ ലോട്ടറി ടിക്കറ്റുകൾ മാത്രം അംഗീകൃത ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ നേരിട്ട് വാങ്ങേണ്ടതാണ് എന്നുള്ള കാര്യം കൂടി ഭാഗ്യക്കുറി വകുപ്പ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ഡിജിറ്റൽ പേയ്മെൻറ്റ് ലിങ്കുകൾ എന്നിവ വഴി വിൽപ്പന ഇല്ല എന്നുള്ളത് കൂടി ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമായി തന്നെ എടുത്തു പറയാനും കഴിയുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഓണം ബമ്പറിന് 28% GST ആയിരുന്നു നിലവിലുണ്ടായിരുന്നത്. എന്നാൽ 21/9/2025 മുതൽ ലോട്ടറിക്കുള്ള GST അത് 40% ഉയർത്തിയതിനാൽ ഓണം ബമ്പറിന് 40% GST ഇപ്പോൾ നിലവിലുണ്ട് എന്നുള്ളത് കൂടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഉയർന്ന GST നിരക്കിലും ആകെ സമ്മാന തുകയിലും സമ്മാന നിരക്കും കഴിഞ്ഞ വർഷത്തേതിന് തുല്യമായി തന്നെ നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട്. ഏജന്റുമാർക്ക് ഡിസ്കൗണ്ട് നിരക്കിന് പുറമെ തന്നെ ഒരു ടിക്കറ്റിന് 1 രൂപ വീതം ഇൻസെൻറ്റീവ് കൂടി അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ല, ഒരു 500 രൂപയെങ്കിലും അടിച്ചാൽ മതി എന്നാണ് പ്രതീക്ഷ. അതിൽ നമുക്ക് 40 രൂപ 30 രൂപ ആയിരുന്നപ്പോൾ 60,000 രൂപയൊക്കെ അടിക്കണം തന്നെ, അല്ലാതെ വേറെ ഒന്നുമില്ല. അതുകൊണ്ട് ഇതിൽ ഒരു പ്രതീക്ഷ കണക്ക് കൂട്ടിയിട്ട് എല്ലാം ഒടേ തമ്പുരാൻ്റെ കയ്യിൽ. ആകെ 10 പരമ്പരകളിലായിട്ടാണ് വിൽപ്പന നടത്തുക. 90 ലക്ഷം ടിക്കറ്റുകൾ അച്ചടിക്കാവുന്ന തരത്തിലാണ് സമ്മാന ഘടന എന്നതുകൂടി ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ ചൂടൊപ്പം പോലെ ഈ നിരനിരയായി ഇരിക്കുന്ന ഓണം ബമ്പർ അത് സ്വാഭാവികമായും അടുത്ത ദിവസങ്ങളിൽ വിൽപ്പന പൊടിപൊടിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ 30 കോടി ആർക്കടിക്കുമെന്നറിയാൻ അവസാന നിമിഷം വരെയും കാത്തിരിക്കണം. അങ്ങനെ ഇതാ ഓണം ബമ്പറിൻ്റെ ടിക്കറ്റ് വിപണിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സ്വാഭാവികമായും അടുത്ത നാളുകളിൽ നമ്മളും കൂടി ഈ ടിക്കറ്റ് എടുക്കുകയും അതോടൊപ്പം തന്നെ ഈ ഓണം ബമ്പറിൻ്റെ ഭാഗമായി മാറുകയും ചെയ്യും. ക്യാമറാമാൻ PV രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ജയൻ, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.